മലയാള ചലച്ചിത്ര മേഖലയുടെ സമഗ്ര വശങ്ങൾ ചർച്ച ചെയ്യാനാണ് തലസ്ഥാനത്ത് ഫിലിം കോൺക്ലേവ് ചേർന്നത്. മലയാള സിനിമയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും നയം രൂപീകരിക്കാനും ലക്ഷ്യമിട്ട കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ ഉരുത്തിരിഞ്ഞത് മറ്റൊരു വിവാദം. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സ്ത്രീകൾക്കും പട്ടികജാതിക്കാർക്കുമെതിരെ നടത്തിയ പരാമർശമാണ് വിവാദത്തിലായത്. ദളിത് സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ സാമ്പത്തിക സഹായം അനാവശ്യമെന്നാണ് അടൂർ പറഞ്ഞത്. സ്ത്രീയാണെന്നതുകൊണ്ട് മാത്രം അവസരം നൽകരുതെന്നും അടൂർ പറഞ്ഞുവെച്ചു. IFFK-യുമായി ബന്ധപ്പെട്ട ചാല തൊഴിലാളികളെ അധിക്ഷേപിച്ചും അടൂർ പരാമർശം നടത്തി. കോൺക്ലേവിന്റെ വേദിയിൽ അതേസമയം തന്നെ സംവിധായകനെതിരെ പ്രതിഷേധവും ഉയർന്നു. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു വളമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. കാരണം ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പണം എടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തൊരു ദിവസം തരും കൊടുത്തു നമുക്ക് ഇവിടെ കൊണ്ടുപോയി പണം എടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവർ. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. വളരെ പ്രധാനമാണ്. സ്ത്രീ സംവിധായകർ നമുക്ക് വേണം. അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടമെടുക്കാൻ. വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും അവനവൻ്റെ ജീവിതം കരുപിടിക്കാനായിട്ട്. അത് എളുപ്പമൊന്നുമല്ല. ഒരിക്കൽ ശ്രീ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ള അതിൻ്റെ കഥ പൊളിച്ചകത്ത് കയറാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ആളുകൾ. കാരണം എന്തോ ഒരു സീൻ ഓഫ് സെക്സ് അതിലുണ്ട് എന്ന് ഒരു വാർത്ത അങ്ങോട്ട് പടർന്നു. അപ്പോൾ പ്രധാനമായിട്ടും അവരെപ്പറ്റി ഞാൻ മോശം പറയുകയല്ല, ചാലയിലെ തൊഴിലാളികളുടെ ഒരു സംഘം തന്നെയായിരുന്നു. അതിന് മുകളിലത്തെ അതിലിങ്ങനെ കുട്ടിയെടുക്കാൻ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഭീകരമായിട്ട്. അത് കുറേ കഴിഞ്ഞ് ആരോ പോയി തുറന്നു കൊടുത്തു. അപ്പോൾ സിനിമ കാണാനിരിക്കുന്ന നമ്മളുടെ മുകളിലേക്ക് ഇവരുടെ എല്ലാം കൂടെ ശ്വാസോച്ഛ്വാസം ആകാംക്ഷയിൽ കാണാൻ പോകുന്ന ആ ഒരു സീൻ ഓഫ് സെക്സ് എങ്ങനെ ഇരിക്കും. അതിൻ്റെ അന്ന് ആ നിമിഷം തീരുമാനിച്ചതാണ് എന്തായാലും നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ ഇങ്ങനെ ആളുകൾ തള്ളിക്കയറുന്ന ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ, സിനിമ പ്രധാനമായിട്ടും സിനിമ ഒരു തൊഴിലാക്കിയിട്ടുള്ള ആളുകൾ, സിനിമയെപ്പറ്റി എഴുതുന്നവർ, സിനിമ നന്നായി ആസ്വദിക്കാൻ കഴിവുള്ള നിരൂപകർ, അവരൊക്കെയാണ് ശരിക്കും ഫെസ്റ്റിവലിൽ പടം കാണേണ്ടത്. ഒരുപക്ഷെ ഭാവിയിൽ സിനിമയെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവരൊക്കെയാണ് ഇത് വരേണ്ടത്. അല്ലാതെ വഴിയിൽ വിതരണം ചെയ്യാനുള്ളതല്ല നമ്മുടെ പടം കാണാനുള്ള ഈ അവകാശം. ഇതാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ, വിവാദമായ ഭാഗങ്ങൾ. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഇന്നലെ സിനിമാ കോൺക്ലേവിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്ക് നമുക്ക് ആദ്യം എത്താം. അതിനുശേഷം ഇന്ന് അടൂർ പ്രതികരിച്ചിട്ടുണ്ട് ആ വിവാദങ്ങളിൽ, അതിലേക്ക് നമുക്ക് എത്താം. നമുക്കറിയാം, ഇപ്പോൾ ദളിതർ, സ്ത്രീകൾ, അവർക്കൊക്കെ വേണ്ടി സർക്കാർ തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഏറെ മൂലധനം ആവശ്യമുള്ള സിനിമ പോലുള്ള ഒരു കലാപ്രവർത്തനത്തിലേക്ക് ഇവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു പദ്ധതി കേരള സർക്കാർ നടത്തുകയാണ്. ആ പദ്ധതിയിൽ എന്തെങ്കിലും പല വീഴ്ചകൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ആ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട അത്തരം അഭിപ്രായങ്ങളോ ചൂണ്ടിക്കാട്ടേണ്ട വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാം. പക്ഷേ അത് പറയുമ്പോൾ അതിൽ ജാതീയതയും സ്ത്രീവിരുദ്ധതയും വന്നു എന്നുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരായി ഉയരുന്ന വലിയ വിമർശനം. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ആ ഒരു വിമർശനം കത്തിപ്പടരുകയാണ്. അത് വലിയൊരു ചോദ്യവുമാണ്. അപ്പോൾ എന്താണ് സിനിമാ കോൺക്ലേവിൽ ഇന്നലെ സംഭവിച്ചത്? പുഷ്പാവതി ആ പ്രസംഗം നടക്കുന്നതിനിടയിൽ തന്നെ സ്വന്തം സീറ്റിൽ നിന്ന് എണീറ്റ് നിന്ന് അതിനെ വിമർശിക്കുകയും ചെയ്തു. അവിടെ നടന്നത് എന്താണ്? അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് പ്രതികരിച്ചത് എങ്ങനെയാണ്? റോഷ്നി, ഇന്നലെ സിനിമാ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഈ വിവാദ പ്രസ്താവന ഉണ്ടാകുന്നത്. സിനിമാ വിഭാഗത്തിൽ പിൻനിരയിലുള്ളവർക്ക് മുൻനിരയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു സാമ്പത്തിക സഹായം 1.5 കോടി രൂപ വീതം വെച്ച് നൽകാനുള്ള തീരുമാനമെടുത്തത്. വർഷത്തിൽ 4 പേർക്കാണ് അങ്ങനെ സിനിമ നിർമ്മിക്കാൻ. അത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും 2 പേരും വനിതാ ജനറൽ വിഭാഗത്തിൽ നിന്ന് 2 പേരും, അങ്ങനെ 4 പേർക്ക് ഈ ധനസഹായം നൽകുന്നു. അതാണെങ്കിൽ ഒട്ടേറെ അപേക്ഷകൾ വരും. ആ അപേക്ഷയിൽ നിന്നും ഇൻ്റർവ്യൂവിലൂടെ, അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന
അവർക്ക് കഴിവുണ്ടെന്ന് ബോധ്യമായതിനു ശേഷമാണ് ഈ സാമ്പത്തിക സഹായം നൽകുന്നത്. ആ ചിത്രങ്ങൾ മത്സരങ്ങളിലേക്കടക്കം പോയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. അങ്ങനെയുള്ള ആ സിനിമാ പ്രവർത്തകരെ അടക്കം അപമാനിക്കുന്ന രീതിയിലാണ് ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് പരാമർശമുണ്ടായത്. ആ പണം അത് ഡിവൈഡ് ചെയ്ത് നൽകണം, 50 ലക്ഷം രൂപ വീതം 3 പേർക്ക് നൽകണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊന്ന്, ഇത്തരക്കാർക്ക് പരിശീലനം നൽകണം. അവർ ഇപ്പോൾ അവരുടെ സൃഷ്ടി മോശമാണെന്ന തരത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് അവിടെ സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയായ പുഷ്പവതി എഴുന്നേറ്റ് അത് ചോദ്യം ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 20 സെക്കൻഡോളം അത് ചോദ്യം ചെയ്ത് പിന്നീട് അവർ ഇരിപ്പിടത്തിൽ ഇരുന്നു. പക്ഷേ അതിനുശേഷം ചിലരെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ അനുകൂലമായി സദസ്സിൽ നിന്നും കൈയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ചാലയിലെ തൊഴിലാളികളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ മറ്റൊരു പരാമർശവും അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു. അതേ വേദിയിൽ ശ്രീകുമാരൻ തമ്പി തന്നെ അതിന് കൃത്യമായ പ്രതികരണം നൽകിയിട്ടുണ്ട്. സിനിമ താൻ പഠിച്ചത് സിനിമ എടുത്താണെന്ന് ശ്രീകുമാരൻ തമ്പി മറുപടി പറഞ്ഞു. പിന്നീട് മന്ത്രി സജി ചെറിയാനും കൃത്യമായി മറുപടി പറഞ്ഞു. സർക്കാർ 82 വർഷമായിട്ടും സമൂഹത്തിൻ്റെ സിനിമയുടെ മുൻനിരയിലേക്ക് എത്താത്ത സമൂഹത്തെ സഹായിക്കാൻ ഇനിയും സന്നദ്ധമാണ്, ഇനിയും സാമ്പത്തിക സഹായം തുടരും എന്നാണ് അവിടെ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചത്. സർക്കാരിൻ്റെ നിലപാട് കൂടി അവിടെ പ്രഖ്യാപിച്ചു. അവിടെ അടൂർ ഗോപാലകൃഷ്ണൻ കീഴടങ്ങില്ല എന്ന് സർക്കാർ കൂടി പറഞ്ഞതോടെയാണ് തൽക്കാലത്തേക്ക് അവിടെ കാര്യങ്ങൾ ശാന്തമാകുന്നത്. എന്നാൽ പോലും കൃത്യമായ പ്രതികരണം എല്ലാ കോണുകളിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉയർന്നിട്ടുണ്ട്.